ലഅല്ലകും തത്തഖൂൻ. മുത്തഖീങ്ങളാകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്, നിസ്കാരവും നിർബന്ധമാക്കിയത് അതിനാണ്. പക്ഷേ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, നല്ല സദുദ്ദേശപൂർവമാകണം നോമ്പ് നോൽക്കുന്നതും നിസ്കരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സദുദ്ദേശപൂർവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? പ്രയാസം എന്നൊരു ചിന്ത റമളാൻ ആഗതമാകലോടെ മുഅ്മിനേ നിന്റെ കൽബിൽ വന്നു പോകരുത്. ഇനി 30 ദിവസം ഉച്ചക്ക് ഭക്ഷണം കിട്ടൂലല്ലോ, രാവിലെ നാസ്ത കിട്ടൂലല്ലോ, വൈകുന്നേരം ചായയും കടിയും കിട്ടൂലല്ലോ, ഒക്കെ ബ്ലോക്കായി പോയല്ലോ. ഇങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നീ നിന്റെ ശരീരത്തിന്റെ ഭക്ഷണം മാത്രമാണ് ചിന്തിച്ചത്. കൽബിനൊരു ഭക്ഷണമുണ്ട്, അതാണ് നോമ്പ്. വസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് വലിയൊരു പരിചയാണ്. ആർക്കുള്ള പരിചയം എന്നറിയോ? കൽബിനുള്ള പരിചയാണ്. കൽബിൽ മൂർജിച്ചു വരുന്ന വിചാരങ്ങൾക്കാണ് നോമ്പ് ബ്ലോക്ക് ഇടുന്നത്. കൽബിൽ വർദ്ധിച്ചു വരുന്ന വികലമായ ചിന്തകൾക്കാണ് നോമ്പ് തടസ്സമിടുന്നത്. അതുകൊണ്ടാണല്ലോ നോമ്പ് കാലത്ത് ഹലാലായ ശഹവത്തുകൾ പോലും നിർത്തിവെക്കലാണ് സുന്നത്തെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. ഹലാലായ ശഹവത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നല്ല ആനന്ദമുള്ള, കണ്ടാൽ നല്ല ആസ്വാദനമുള്ള ഒരു പൂന്തോപ്പ്, അതിൽ പോയി നോക്കിയിട്ട് രസം കൊണ്ടിട്ട് സന്തോഷം കൊള്ളേണ്ട സന്ദർഭമല്ല റമളാൻ. എന്തേ ആ സന്തോഷം തെറ്റാണോ? അത് ഹലാലായ ശഹവത്താണ്. അതുപോലും നിർത്തിവെക്കണമെന്ന് പറയാനുള്ള കാരണം, നോമ്പ് കൊണ്ട് നിന്റെ ചിന്ത വേണ്ടത്, നിന്റെ പ്രവർത്തനം വേണ്ടത് ആത്മീയമായ പുരോഗതി ലഭിക്കാനല്ലേ. ഇത് സാധാരണ ജീവിതത്തിൽ ആനന്ദമല്ലേ, അത് വേണ്ട. അതുപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ കളിച്ച്, ചെറിയ കുട്ടികൾ കളിക്കുന്നു, നോക്കി നിൽക്കാൻ നല്ല രസമാണ്. നോക്കി നിന്നിട്ട് നേരം കളയണ്ട. നോക്കാതെ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ട് മറ്റു കാര്യങ്ങളുമായി ശുഗലാകലാണ് സുന്നത്ത്. സഹോദരങ്ങളെ, അതേ നല്ല ദഫ്മുട്ട് കേൾക്കുന്നു, ദഫ്മുട്ട് കേൾക്കുന്ന പാട്ട് കേൾക്കൽ സുന്നത്താണ്, കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത മുട്ടിനെ പറ്റിയല്ല, ദഫ്മുട്ടിനെ പറ്റിയാ പറഞ്ഞത്. നീ അല്ലാത്തതിലേക്ക് ഇത് കൂട്ടണ്ട. ദഫ്മുട്ട് നല്ല മദ്ഹിന്റെ പാട്ടാണ്. റമളാൻ മാസത്തില് അത് കേൾക്കേണ്ടതില്ല. കാരണം വിശുദ്ധ റമളാനിലെ പ്രാർത്ഥനയും വിശുദ്ധ റമളാനിലെ ഓത്തും മറ്റൊരു വഴിക്കും തിരിഞ്ഞു പോകാൻ പാടില്ല. റമളാനു ശരീഫിന്റെ ആത്മീയമായ ആരാധനകളിൽ തന്നെ ശരീരത്തെ തളച്ചിടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഉദ്ദേശശുദ്ധി